ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു മിനി ഷോപ്പിങ്ങിനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് ഇയറിങ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു 3 ഇയറിങ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഈ ഒരു സാധനം ഞാൻ ഓൺലൈനിൽ 156 കേട്ടോ കണ്ടത് ഒരെണ്ണത്തിന്. പക്ഷേ ഇവിടെ വെറും 50 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ക്യൂയിൽ ഞാൻ നിൽക്കുവാണ് കേട്ടോ. കാരണം അമ്മ വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി നല്ലൊരു ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ നിൽക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ചായ ഓർഡർ ആക്കാൻ വേണ്ടി ഒരു ക്യൂവിൽ നിന്ന് അങ്ങനെ 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ബില്ലൊക്കെ കിട്ടി. അപ്പോൾ സ്നാക്സ് ഐറ്റംസ് ഒന്നും വാങ്ങിയൊന്നുമില്ല, കാരണം ഓൾറെഡി വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ബോറടിച്ചത് കൊണ്ട് ഒരു ചായ കുടിക്കാമെന്ന് കരുതി. അപ്പം ഭയങ്കര മഴയായിരുന്നു കേട്ടോ പുറത്ത്. മഴയല്ല, മഴക്കാറുണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല മഴക്കാറായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മഴയൊന്ന് ചെറുതായിട്ടൊന്ന് പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ മഴ പ്ലസ് ചായ എങ്ങനെയുണ്ട്, ഹെവി അല്ലേ ഗൈസ്? അപ്പോൾ ഞാൻ കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്തിട്ട് ചായ ഓർഡർ ആക്കിയിട്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചായയൊക്കെ കിട്ടി. ഞാനപ്പോൾ ചായ വെച്ചിട്ട് ഇങ്ങനെ പുറത്ത് ആസ്വദിച്ച് ചായയൊക്കെ കുടിക്കാനായിട്ട്. നല്ല മഴക്കാറുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വിയർക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. വെയിലൊന്നും ഇല്ല, എന്നിട്ടും വിയർക്കുവാണ് ഗൈസ്. അപ്പോൾ ഒരുപാട് നേരം ഞാനിങ്ങനെ കാത്തിരുന്നപ്പോഴത്തേക്കും ഫൈനലി അമ്മ വന്നു കഴിഞ്ഞ് നമ്മൾ പിന്നെ ഷോപ്പിൽ കയറി നേരെ ആദ്യം തന്നെ ഒരു ബോട്ടിൽ വാങ്ങണമായിരുന്നു, ഒരു വാട്ടർ ബോട്ടിൽ. അതുപോലെ എനിക്കും കണ്ടപ്പോൾ ഒരു ബോട്ടിൽ വേണമായിരുന്നു. എനിക്ക് ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു എനിക്കത്. അപ്പോൾ അമ്മ എടുത്തതിന് ശേഷം പിന്നെ ഞാൻ വീണ്ടും പുതിയത് വാങ്ങിയപ്പോൾ പിന്നെ ഒരു കപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സെക്ഷനാട്ടോ താഴെയാണ് വരുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഷോപ്പിംഗ് ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നൊക്കെ ആണെങ്കിൽ പറയാം. പക്ഷെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എല്ലാ ഫ്ലോറിലും കയറി ഇറങ്ങും. അപ്പം ഈ ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ തൂക്കി പിടിച്ച് പോവുകയാണ്. അതിന് വേണ്ടി ഒന്നും എടുത്തിട്ടില്ല. ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിൽ, പിന്നെ അമ്മയ്ക്കൊരു ബോട്ടിൽ വാങ്ങണമായിരുന്നു. എനിക്ക് പിന്നെ ഒരു കപ്പ് ഇഷ്ടപ്പെട്ടപ്പോൾ അപ്പ കണ്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അധികം ഡ്രസ്സ് ഷോപ്പിങ്ങിന് പോയി എടുക്കാറില്ല. അമ്മയാണ് കൂടുതലും എടുത്ത് തരുന്നത്, അച്ഛനും എടുത്ത് തരാറുണ്ട്. അപ്പം എൻ്റെ ഡ്രസ്സിങ് അപ്പോൾ ഞാൻ ചില ടൈമിൽ കുറേ വാങ്ങും, ചില ടൈമിൽ കുറച്ചായിരിക്കും ഞാൻ ഓർഡർ ആക്കുക. പക്ഷെ കൂടുതലും എൻ്റെ ഡ്രസ്സെല്ലാം എനിക്ക് അമ്മയും അച്ഛനും കൂടി സെലക്ട് ചെയ്തിട്ട് അവർ വാങ്ങി തരുന്ന ഡ്രസ്സാണ് കൂടുതലും ഉള്ളത് ഞാൻ ഇടുന്ന അത്രയും. അപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് സെലക്ഷൻ ഒന്നുമില്ല ഗൈസ്, ഇല്ല എന്നല്ല. അപ്പോൾ ഞാൻ അനാവശ്യമായിട്ട് എന്തൊക്കെയോ എടുത്തപ്പോൾ അമ്മ പറഞ്ഞു എന്തിനാ അതൊക്കെ എടുക്കുന്നേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതല്ലേ ഗൈസ് ഉള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ബില്ലൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇറങ്ങി നേരെ ലിഫ്റ്റിലോട്ട് കയറി ഫാൻസിയിലോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ അമ്മയ്ക്കൊരു കോൾ വന്നപ്പോൾ അമ്മ അവിടെ സ്റ്റോപ്പായി പോയി. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നേരെ ഫാൻസിയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ചോദിച്ച ഒരു ഐറ്റംസ് പോലും അവിടെ അന്നേരം ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ അവിടുത്തെ ഫാൻസിയിൽ ക്ലിപ്പ് അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങാറുള്ളൂ, വേറൊന്നും വാങ്ങാറില്ല. ക്ലിപ്പ് പിന്നെ ബണ്ണ് ബോ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉള്ളൂ. വേറെ എനിക്കങ്ങനെ ബാംഗിൾസും ചെയിനും ഒക്കെ നല്ലതാണ്. ഞാൻ എൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിന് അവിടെ നിന്നാണ് ബാംഗിൾസോ ചെയിനോ പിന്നെ ഇയറിങ്സൊക്കെ അവിടെ നിന്ന് പെട്ടെന്ന് ഓൺലൈനിൽ ഓർഡർ ആക്കിയിട്ട് വരാത്ത കാരണം അവിടെ നിന്ന് പോയി വാങ്ങിയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നല്ല സെലക്ഷനൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ നേരെ ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ. അവിടുത്തെ എന്ത് ഐറ്റംസ് ബാംഗിൾസ് ഒഴിച്ച് ബാക്കി ഇയറിങ്സ് ആൻഡ് ചെയിൻ നല്ല റേറ്റ് ഉണ്ട്. ഞാൻ വാങ്ങിയത് 2500 സംതിങ് ആയിരുന്നു. അതിനേക്കാൾ റേറ്റ് ഉള്ളതാണ് അവിടെ ഉണ്ടായിരുന്നത്. 4000 3000 ഒക്കെ ഉള്ളതായിരുന്നു. ഇയറിങ്സ് 656 സംതിങ് ആയിരുന്നു. അപ്പോൾ അത്ര റേറ്റ് ഉണ്ട്, പക്ഷേ ക്വാളിറ്റി അത്യാവശ്യം ഓക്കെയാണ്, നല്ലതാണ് ഒക്കെ ആണെങ്കിൽ. പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ലായിരുന്നു. ഒരു ക്ലിപ്പ് ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് മാത്രമായിട്ട് വാങ്ങാൻ തോന്നാത്തതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. അങ്ങനെ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി നമ്മൾ അവിടെ തന്നെ ഈ ഒരു കംഫർട്ട് എന്തായാലും എടുത്തിട്ടുണ്ട്. അത് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അത് 6 ലിറ്ററിൻ്റെ ആണ്, 200 സംതിങ് ആണെന്ന് തോന്നുന്നു. എത്രയോ ആയിരുന്നു, അത് നല്ല ഓഫറാണ്. ഇവിടെ ഭയങ്കര അത്യാവശ്യം ചില ടൈമിൽ ഓഫറൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുവാണ്. പ്രത്യേകിച്ച് ഞാൻ അവിടെ നിന്നൊന്നും എടുത്തില്ല. ചോക്കോസ് അതുപോലെ തന്നെ ആവശ്യമുള്ള കുറച്ച് ചോക്ലേറ്റൊക്കെ വീണ്ടും ഞാൻ ചില ടൈമിൽ ഭയങ്കരമായിട്ട് കൂടും, പിന്നെ വീണ്ടും കുറയും. അതാണ് എൻ്റെ കുഴപ്പം. ഇവിടെ സ്കിൻ കെയർ ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കരുതി ഓർഡർ ആക്കാമെന്ന്. അപ്പോൾ ഇങ്ങനെ ലേസ് എടുത്തിട്ടുണ്ടായിരുന്നു. കുർക്കുറയാണോ അല്ല ലേസാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ലേസ് ഓർ കുർക്കുറ ഇതിലേതോ ഒരെണ്ണമാണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് ചോക്കോസ് മാത്രം എനിക്ക് ആവശ്യം. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു, പിന്നെ നട്ട്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഈ ഒരു കുർക്കുറയാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തത്. ശരിക്കും ഇത് ഓഫർ എന്ന് പറയാൻ വേണ്ടി 54 ആയിരുന്നു ഇതിൻ്റെ ടോട്ടൽ റേറ്റ്. ശരിക്കും പറഞ്ഞാൽ 60 വരുന്നത് ഇതിൽ. എത്രയാ കുറച്ച് ഒരു 5
ആറ് രൂപ ലാഭം കാണും. എന്തിനാ വെറുതെ ഇങ്ങനെ പറ്റിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അതൊന്നും നോക്കിയില്ല. അപ്പോൾ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ റെഡ് ബുൾ എടുത്തു. പിന്നെ ചോക്കോസ് എടുത്തു. ചോക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ച് കാലത്തൊന്ന് സ്റ്റോപ്പാക്കിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്താ അങ്ങനെ കുറച്ച് ഐറ്റംസ്. അപ്പോൾ ഈ ഒരു ട്രോളിയിൽ തികയുന്നില്ല. എനിക്ക് ഭയങ്കര വെയിറ്റ് ആവുന്ന ആ ഒരു കംഫർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് അത്ര വെയിറ്റ് തോന്നിച്ചില്ലെങ്കിൽ തോന്നത്തില്ലായിരുന്നു. കാരണം അത് 6 ലിറ്റർ എന്നെ കൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അമ്മയ്ക്കാണെങ്കിലും അമ്മ ഓരോ സാധനങ്ങൾ എടുക്കുന്ന ബിസിയിലായിരുന്നു. അപ്പോൾ അമ്മയ്ക്കത് പറ്റത്തില്ല. അങ്ങനെ ഞാൻ തിരിച്ച് വേറൊരു ട്രോളിലോട്ട് ആക്കിയിട്ടുണ്ട് അത്. അപ്പോൾ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു, അങ്ങനത്തെ ആവശ്യം. പിന്നെ കുറച്ചല്ലാതെ കുറച്ച് ആവശ്യങ്ങളുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ബിസ്ക്കറ്റൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നോക്കി ഇരിക്കുന്നേരം അവിടെ ഒരു വ്ളോഗേഴ്സ് വന്നു. പക്ഷെ പേരൊന്നും എനിക്കറിയത്തില്ല. ആരോ ഒരാൾ മിണ്ടെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു വ്ളോഗേഴ്സാണ് കേട്ടോ ഇവർ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ലടിക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓറഞ്ച് അങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു, ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ. അപ്പോൾ ഓറഞ്ചിൻ്റെ കവർ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ബില്ലടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടി പോയി ഒരു കവറിലാക്കിക്കൊണ്ട് വരികയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അങ്ങനെ കുറേ നേരം ക്യൂ നിൽക്കേണ്ടിയൊന്നും വന്നില്ല. അധികം തിരക്കില്ലായിരുന്നു. നമ്മളായിരുന്നു സെക്കൻഡ് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ പുറത്ത് പോയ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ബില്ലടിച്ചതിന് ശേഷം വെളിയിൽ ഇറങ്ങിയത് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ലവ് യു ഓൾ. ബൈ ബൈ.